ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരു 50% എബോവ് ഉള്ള കുട്ടികൾ ക്വാളിഫൈ ചെയ്യുന്നൊന്നല്ല, പ്ലേസ്ഡ് ആവുന്നുണ്ട്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തമ്മിൽ സെപ്പറേറ്റ് സ്റ്റെയർ, അവർ ഒരേ ക്ലാസ് റൂമിൽ ഇരുത്തത്തില്ല, സെപ്പറേറ്റ് ക്ലാസ് റൂം, സംസാരിക്കാൻ പറ്റിയല്ല അങ്ങനെ. അപ്പോൾ നമ്മുടെ ഇവിടെ എങ്ങനെയാണ്, ന്യൂട്രൽ ആണോ എല്ലാം? ഞങ്ങൾക്കൊരു ക്വാളിറ്റി അസസ്മെൻറ്റ് ടീമുണ്ട്. അതായത് ഒരു പുതിയ ടീച്ചർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ കൃത്യമായിട്ട് കുട്ടികളുടെ അടുത്തുനിന്ന് ഞങ്ങൾ അവരുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. ആ ഫീഡ്ബാക്കിനെ നോക്കിയിട്ട് അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ഫോമാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ടീച്ചേഴ്സിൻ്റെ പ്രസൻറ്റേഷൻ സ്കിൽ ഉണ്ടാവും, അവരുടെ ക്വാളിറ്റി, അവരുടെ ഡെപ്ത് ഓഫ് നോളജ്, ഈ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. സർ, ഞാൻ 2 ഇയേഴ്സ് എൻട്രൻസ് പ്രിപ്പയർ ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് പേരൻസിനെ റെഗുലർലി കോൺടാക്ട് ചെയ്യുന്നു. സാർ, മാഡം എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് റെഗുലർലി സംസാരിക്കും. ആഫ്റ്റർ ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് അവിടുത്തെ ഒരു കുട്ടിയായി ജോയിൻ ചെയ്തതിന് ശേഷം ബ്യൂലൊക്കെ എങ്ങനെയുണ്ട്, ക്ലാസ് ഓക്കെ ആണോ, അല്ലെങ്കിൽ ബ്യൂല എന്നും ക്ലാസ്സിൽ വരുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കില്ല. ഈവൻ ദോ നമ്മൾ അങ്ങോട്ടേക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ഒരു പ്രോപ്പർ ഫോളോ അപ്പ് നമുക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അജിനോറയിലത്തെ സ്ട്രാറ്റജി എങ്ങനെയാണ്? ഏതൊരു സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഫ്റ്റർ സെയിൽസ്. അജിനോറയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എൻറോൾ ചെയ്യുമ്പം ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ആ കുട്ടിക്ക് ഒരു പേഴ്സണൽ മെൻറ്ററിനെ അലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ പേഴ്സണൽ മെൻറ്റർ ത്രൂ ആയിരിക്കും ആ കുട്ടിയുടെ പാരൻസും കുട്ടിയുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും പോകുന്നത്. റെഗുലറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ പാരൻ്റ് ആപ്പ്. ഈ പാരൻ്റ് ആപ്പ് ത്രൂ ആണ് കുട്ടികളുടെ അറ്റൻഡൻസ്, അവരുടെ മാർക്ക് ഷീറ്റുകൾ, അവരുടെ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്, അസൈൻമെൻറ്റ്സ്, ഈ കാര്യങ്ങളെല്ലാം പാരൻസിനും ആക്സസ് ചെയ്യാൻ പറ്റും, എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പാരൻസ് മീറ്റിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട. നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു പാരൻസ് മീറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത്? എൻ്റെ ക്ലാസ്സിലെ ഫുൾ കുട്ടികളുടെ പാരൻസ് വരുന്നു. സാധാരണ രീതിയിൽ ഒരു ബാച്ചിൻ്റെ പാരൻസ് മീറ്റിംഗ് നടത്തുമ്പോൾ ആ കുട്ടികളുടെ പാരൻസ് എല്ലാം വരുന്നു, ഒരിടത്തിരിക്കുന്നു, കുറേ കാര്യങ്ങൾ പറയുന്നു. ശരിക്കും നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് പാരൻസിനൊക്കെ കണ്ടിട്ട് പോകാൻ വേണ്ടി തന്നെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്രയും ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ പറ്റിയെന്ന് വരികയില്ല, നമ്മളുടെ കാണാനും പറ്റിയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അജിനോറയിൽ പാരൻസ് മീറ്റിംഗ് എല്ലാം ഇൻഡിവിജ്വലായിട്ടാണ്. അതായത് ഞങ്ങളുടെ കംപ്ലീറ്റ് അക്കാഡമിക് ടീമുമായിട്ടാണ് സ്റ്റുഡൻറ്റും പാരൻറ്റും കൂടെ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അവരെ പഠിപ്പിച്ച ഫാക്കൽറ്റി ഉണ്ടാവും, അതോടൊപ്പം തന്നെ മെൻറ്റേഴ്സ് ഉണ്ടാവും, ഞങ്ങളുടെ അക്കാഡമിക്സിൻ്റെ കോർഡിനേറ്ററോ അല്ലെങ്കിൽ അക്കാഡമിക് ഹെഡോ അങ്ങനെയുള്ളവരുണ്ടാവും. ഇവർ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളുടെ എവിടേക്കാണ് എന്തൊക്കെയാണ് പോസിറ്റീവ്, എവിടേക്കാണ് നെഗറ്റീവ്, എവിടേക്കാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് സ്മൂത്തായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയും. നമ്മളിപ്പം ബ്യൂളയുടെ കാര്യങ്ങൾ നാട്ടുകാരോടെല്ലാം നമ്മൾ വിളിച്ചു പറയേണ്ട കാര്യമില്ല, ബ്യൂളയോടും അവരുടെ പാരൻസും അറിഞ്ഞാൽ മാത്രം മതി. ആ രീതിയിൽ പേഴ്സണലായിട്ടാണ് ഞങ്ങളുടെ പാരൻസ് മീറ്റിംഗ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യവും ഞങ്ങളുടെ ആഫ്റ്റർ സെയിൽസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സക്സസ്ഫുള്ളായിട്ട് ഞങ്ങൾക്കത് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. സർ, ഇപ്പം ഞാൻ എൻട്രൻസ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടുതലും നോർത്ത് ഇന്ത്യൻ ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ അവരുടെ ലാംഗ്വേജ്, അതായത് അവരുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ഹിന്ദി കലർന്നിട്ടുള്ളൊരു ലാംഗ്വേജാണ്. അപ്പോൾ അത് നമുക്ക് സ്റ്റുഡൻസിന് കേൾക്കുമ്പോൾ അത്ര മനസ്സിലാവണമെന്നില്ല. അതുപോലെ തന്നെ ഇപ്പം ഈവൻ ദോ നമ്മുടെ നാട്ടിലുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും ചിലർ പഠിപ്പിക്കുന്ന അത്ര സുഖമാവണമെന്നില്ല. സ്കൂളിലാണെങ്കിൽ പോലും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഇൻ കേസ് മനസ്സിലായില്ല, പ്രിൻസിപ്പലിൻ്റെ അടുത്ത് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തു, ടീച്ചേഴ്സ് അത്ര പോരാ എന്ന് നമ്മൾ പറഞ്ഞാലും നമുക്ക് കിട്ടുന്നൊരു റെസ്പോൺസോ നീ പഠിക്കാഞ്ഞിട്ടാ, നിൻ്റെ പഠിത്തം പോരാഞ്ഞിട്ടാ, അങ്ങനെ ഒരു ടോക്കാണ് വരുന്നത്. ഇപ്പം ഇൻ കേസ് അജിനോറയിൽ നല്ല ഫാക്കൽറ്റി ആണെങ്കിൽ കൂടി സ്റ്റുഡൻസ് പറയുവാണ് ആ ടീച്ചറിൻ്റെ ടീച്ചിങ് അത്ര പോരാ, അങ്ങനത്തെ ഒരു നെഗറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ എങ്ങനെ അത്? തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. ഞങ്ങളുടെ അക്കാഡമിക് സിസ്റ്റം കുറച്ചും കൂടെ സ്റ്റുഡൻറ് സെൻറ്റേർഡാണ്. ഞങ്ങൾക്കൊരു ക്വാളിറ്റി അസസ്മെൻറ്റ് ടീമുണ്ട്. അതായത് ഒരു പുതിയ ടീച്ചർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ കൃത്യമായിട്ട് കുട്ടികളുടെ അടുത്തുനിന്ന് ഞങ്ങൾ അവരുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. ആ ഫീഡ്ബാക്കിനെ നോക്കിയിട്ട് അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ഫോമാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ടീച്ചേഴ്സിൻ്റെ പ്രസൻറ്റേഷൻ സ്കിൽ ഉണ്ടാവും, അവരുടെ ക്വാളിറ്റി, അവരുടെ ഡെപ്ത് ഓഫ് നോളജ്, ഈ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളൊരു അസസ്മെൻറ്റ് നടത്തും. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ അതനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ ഞങ്ങളുടെ അക്കാഡമിക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിലൊക്കെ വരുത്താറുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങളുടെ ക്ലിനിക്കൽ ക്ലാസ്സസും റെമഡിയൽ ക്ലാസ്സസും. ഇപ്പോൾ പറഞ്ഞല്ലോ, ചില ചാപ്റ്ററുകൾ മനസ്സിലാകുന്നില്ല, ചില ചാപ്റ്ററുകളിൽ പോരായ്മകളുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ഞങ്ങൾ റെമഡിയൽ ക്ലാസ്സസ് നടത്തും, മനസ്സിലാവാത്ത പോർഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ. അതുപോലെ തന്നെ ക്ലിനിക്കൽ ക്ലാസ്സസ് ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്ററിലും അതിനകത്ത്
ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്കുകളുണ്ടാവും. അതിനെ ബേസ് ചെയ്ത് ഞങ്ങൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് നടത്തും. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ എല്ലാ ദിവസത്തെയും ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം ഞങ്ങൾക്കൊരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻസാണ്. ആ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും അന്നുണ്ടാവും. ആ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് ഞങ്ങൾ എല്ലാ ദിവസങ്ങളിലും നടത്താറുണ്ട്. അതുപോലെ തന്നെ ഓഫ് കോഴ്സ് ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ബോർഡിൻ്റെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അങ്ങനെ 2 രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് എവിടെയാണോ പോരായ്മകളുള്ളത്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുട്ടികൾ ഞങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അഡ്രസ്സ് ചെയ്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ച് മാത്രമേ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മുമ്പോട്ട് പോകാറുള്ളൂ. ഓക്കെ ഓക്കെ സർ. സർ, ഇപ്പം എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് കൂടുതലും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവരെങ്ങനെ എക്സാം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നു, അതെങ്ങനെ അവർ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എങ്ങനെയാണ് അജിനോറയിൽ ഈ എക്സസൈസ്, അതായത് ക്വസ്റ്റ്യൻസ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്? വളരെ വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം അത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പ്രാക്ടീസ്. കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാക്ടീസ് 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 ഇത് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ക്വസ്റ്റ്യൻസ്. അതായത് ഈ കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ തന്നെ ലിമിറ്റഡ് ടൈമിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും 1 മിനിറ്റൊക്കെ കഷ്ടിച്ചാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. അപ്പം മാക്സിമം നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ചാപ്റ്ററുകളും നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പം ആ ചാപ്റ്ററിൽ നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ എണ്ണം നമ്മൾ ക്ലാസ് റൂമിൽ തന്നെ ഡിസ്കസ് ചെയ്ത് തീരും. കുറേ നമ്മൾ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കും, അതിൻ്റെ സൊല്യൂഷൻസ് അവർക്ക് കൊടുക്കും. അതുകൂടാതെ നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. അതുകൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് പ്രത്യേകം സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടോ? നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അറേഞ്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററും കഴിയുമ്പം ആ ചാപ്റ്ററുമായിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ സെറ്റ് ചെയ്ത് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എക്സാംസ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വീക്കിലി എക്സാംസ് ഓരോ ആഴ്ചകളിലും പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്ത് വീക്കിലി എക്സാം, അതുപോലെ തന്നെ മന്ത്ലി എക്സാംസ്, ടേം എക്സാമിനേഷൻ, ഇങ്ങനെ ഒരുപാട് എക്സാം എഴുതിയിട്ടാണ് ഒരു കുട്ടി അവസാനം മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സർ, ഇപ്പം എൻട്രൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ റിസൾട്ടാണ്. ആ റിസൾട്ടിന് വേണ്ടിയാണ് കുട്ടി 2 കൊല്ലം 1 കൊല്ലം ഒക്കെ ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നത്. അപ്പം നമ്മുടെ റിസൾട്ട് എങ്ങനെയാണ്? എത്ര കുട്ടികൾ പഠിക്കുന്നതിൽ എത്ര കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്? പിന്നെ അത് മാത്രമല്ല, ഇപ്പം ചില റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു കുട്ടിയുടെ റിസൾട്ട് തന്നെ പല പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ കിടക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റിസൾട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ അജിനോറയുടെ റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരു 50% എബോവ് ഉള്ള കുട്ടികൾ ക്വാളിഫൈ ചെയ്യുന്നൊന്നല്ല, പ്ലേസ്ഡ് ആവുന്നുണ്ട് എവിടെയെങ്കിലും. ക്വാളിഫൈ ചെയ്യുക, ഇപ്പം നീറ്റിന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ മാർക്ക് മതി. ക്വാളിഫൈ ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞത് പ്ലേസ് ചെയ്യുന്ന കാര്യം പറയുന്നത്, എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുന്നത്. ഇപ്പോൾ റിസൾട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ അത് ഞങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ പ്രധാനപ്പെട്ട. കാരണം ഞങ്ങൾ 1000, 10,000, 20,000 കുട്ടികളെ ഇരുത്തിയല്ല പഠിപ്പിച്ച് ഒരു 100 റിസൾട്ടോ 200 റിസൾട്ടോ എത്തിക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ ഒരു 100 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 50 കുട്ടികളും എവിടെയെങ്കിലും പ്ലേസ്ഡ് ആകുന്നുണ്ട്. നല്ല പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ എല്ലാ കുട്ടികളും ക്വാളിഫൈ ആകുന്നുണ്ട്. ഞങ്ങൾ ഈ എൻട്രൻസ് അക്കാഡമി, അജിനോറ എൻട്രൻസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു കുട്ടി പോലും, നമുക്ക് 100% പറയാൻ പറ്റും, ഒരു കുട്ടി പോലും ഫെയിൽ ആയിട്ടില്ല. എല്ലാ കുട്ടികളും ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അതിൽ തന്നെ 50% എബോവ് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഈ റിസൾട്ടിൻ്റെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലൊക്കെ കാണാമെന്ന് പറയുന്നത് അതൊക്കെ ഓരോ ജിമിക്കുകളാണ്. അപ്പം സാധാരണ രീതിയിൽ ഇപ്പോൾ പാരൻസൊക്കെ അതിനെപ്പറ്റി അവെയർ ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൽ പഠിച്ച കുട്ടി അടുത്ത സ്ഥാപനത്തിൻ്റെയും റിസൾട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും. അത് വേറൊരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ പാരൻസൊക്കെ അത് അനലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾ അതിനെപ്പറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള റിസൾട്ടുകളല്ല അജിനോറയിൽ പഠിച്ച കുട്ടികളുടെ റിസൾട്ട് വേറൊരു സ്ഥാപനത്തിൽ ഓഫ് കോഴ്സ് ഒരിക്കലും കാണുകയില്ല. ഞങ്ങളുടെ കുട്ടികളാണ്, ഞങ്ങളുടെ മാത്രം കുട്ടികളായിരിക്കും. വേറൊരു സ്ഥാപനത്തിൻ്റെ റിസൾട്ടുകൾ ഞങ്ങൾ ക്ലെയിം ചെയ്യാറില്ല. റിസൾട്ട് ബേസ് നല്ല റിസൾട്ടാണ് നമ്മളിപ്പോൾ കീപ്പ് ചെയ്യുന്നത്. സർ, ഇപ്പോൾ ഞാൻ അജിനോറയുടെ സ്റ്റഡി മെറ്റീരിയൽസും അതിനെക്കുറിച്ച് കൂടുതൽ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ് മൈക്രോ ബാച്ചസ്. അപ്പോൾ അതെങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നത്? ഇതൊക്കെ ലാഭകരമാണോ? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണത്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ മൈക്രോ ബാച്ചുകളാണ്.
ഞങ്ങൾ 25-30 അങ്ങനെയുള്ള കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഓരോ ബാച്ചുകളും ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും റിസൾട്ടാണല്ലോ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുക. ഇന്നിപ്പോൾ നിങ്ങൾ കേരളത്തിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പൊക്കോ, 100 പേരും 150 പേരും 75 പേരും ഇപ്പം നിങ്ങളൊക്കെ പഠിക്കുമ്പം ഒരുപാട് ആൾക്കാരുണ്ടാവും. യെസ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് കുട്ടികൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മൈക്രോ ബാച്ചുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ മെൻറ്റേഴ്സ് ഉണ്ട്, 2-3 മെൻറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് ലാഭകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു എന്താ പറയുന്നത്, അതൊരു ബിസിനസ് പെർസ്പെക്റ്റീവിലുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള റിസൾട്ട് നമുക്ക് അതിനകത്ത് കിട്ടും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലാഭം എന്ന് പറയുന്ന അസറ്റ് എന്ന് പറയുന്നത് നല്ല റിസൾട്ടാണല്ലോ. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. സർ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻട്രൻസ് പ്രിപ്പയർ ചെയ്ത ആളാണ്. അപ്പം ഇപ്പോൾ ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ ആരുടെങ്കിലും അടുത്തൊക്കെ പറയുമ്പം കുട്ടി എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ അവർ എൻട്രൻസിനാലോ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കണമല്ലോ. ഇപ്പം എൻ്റെ മമ്മിയൊക്കെ ആണെങ്കിൽ കൂടി രാവിലെ 4 മണിക്ക് എണീറ്റിരുന്ന് പഠിക്കടി എന്നൊക്കെ പറയും. ഞാനങ്ങനെ പഠിച്ചിട്ടുണ്ട്. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്ത 2 ഇയേഴ്സ് ഒരു ദിവസം തന്നെ 13-12 മണിക്കൂർ ഞാനിരുന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് സാറിന് എന്താണ് പറയാനുള്ളത്? അത്രയും അവേഴ്സൊക്കെ ഇരുന്ന് പഠിക്കണോ? തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം. പക്ഷേ അതിന് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ ആദ്യം കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ ഉറങ്ങാതെ ഇരുന്ന് പഠിക്കുക, ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിലുള്ള നമ്മുടെ സ്റ്റഡി പാറ്റേൺ. ആദ്യം തന്നെ നമ്മൾ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് കുട്ടികളോട് പറയാനുള്ള ഒരു അഡ്വൈസ്. ഹെൽത്തി ആയിട്ടിരിക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, ഹെൽത്ത് നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മുടെ മെൻറ്റേഴ്സ് ഒരു സ്റ്റഡി പ്ലാൻ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇപ്പം സ്വാഭാവികമായിട്ടും പല കുട്ടികളും പല രീതിയിലാണ് അവർ പഠിക്കുന്നത്. ചിലർ രാത്രിയിലിരുന്ന് പഠിക്കുന്നവരായിരിക്കും, ചിലർ പകൽ നേരത്തെ എണീറ്റ് പഠിക്കുന്നതായിരിക്കും. അപ്പം ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാകും എല്ലാ കുട്ടികൾക്കും. അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തർക്കും ആയിരിക്കും ഓരോ സ്റ്റഡി പ്ലാൻ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ആവശ്യത്തിന് ഉറക്കവും ആവശ്യത്തിന് റെസ്റ്റും കാര്യങ്ങളും എല്ലാം കിട്ടിക്കൊണ്ടാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ. തീർച്ചയായിട്ടും 13, 14, 15, 16 മണിക്കൂറൊക്കെ നമുക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മുടെ ശരീരത്തിന് നമുക്ക് റെസ്റ്റ് കിട്ടണം, നമുക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം. ഈ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ അതുപോലെ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം. നാളെ പഠിക്കാം അല്ലെങ്കിൽ അടുത്ത ദിവസം പഠിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഇന്ന ടോപ്പിക്ക് എനിക്ക് എളുപ്പമാണ്, അതുകൊണ്ട് ഇത് എക്സാമിൻ്റെ സമയമാകുമ്പോൾ പഠിച്ച്. സാധാരണ കുട്ടികൾ കണ്ടുവരുന്നൊരു പ്രശ്നമാണ്, ബയോളജി പലർക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, എനിക്ക് എളുപ്പമുള്ള സബ്ജക്റ്റ് ആണല്ലോ, അപ്പോൾ ഇത് സമയമാകുമ്പോൾ പഠിച്ചാൽ മതി, ഫിസിക്സും കെമിസ്ട്രിയും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ഡെയിലി എല്ലാ സബ്ജക്റ്റുകളും ടച്ച് ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഡെയിലി നമ്മൾ ആഡ് ചെയ്യുക. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകുക എന്നുള്ളതാണ് തരാനുള്ള ഒരു അഡ്വൈസ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അഡ്വൈസ് ഇഷ്ടമില്ല, എന്നാലും ഒരു സജഷൻ. ഓക്കെ സർ, ഇപ്പോൾ അജ്നോറയുടെ ക്യാമ്പസ് വരുന്നത് എറണാകുളത്താണല്ലോ. അപ്പം പല കുട്ടികളും വേറെ സ്റ്റേറ്റിൽ നിന്നും പല ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? അത് എത്രത്തോളം? ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ കോൺവെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഹോസ്റ്റലുകളുണ്ട്, അല്ലാതെ നമ്മുടെ മെൻറ്റേഴ്സ് മോണിറ്റർ ചെയ്യുന്ന ഹോസ്റ്റലുകളുണ്ട്. ഈ ഹോസ്റ്റൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ റിപ്പീറ്റേഴ്സ് കോഴ്സ് അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ഒക്കെ പഠിക്കാൻ വരുന്ന കുട്ടികളോട് ഹോസ്റ്റൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ ഡെയിലിയുള്ള റൊട്ടീനായിട്ടുള്ള ഡെയിലി ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് അല്ലെ ഹോസ്റ്റലിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആ ഒരു ടൈം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മുടെ അജ്നോറെ വന്ന് പഠിച്ചു എന്നൊരു കാരണം കൊണ്ടൊരു കുട്ടിക്കും എന്ത് കിട്ടുന്നില്ല, റിസൾട്ട് കിട്ടുന്നില്ല. ഇവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ അതേ പ്രാധാന്യത്തോടു കൂടി അവരത് വീട്ടിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ആ റിസൾട്ടിലേക്ക് വരുന്നത്. ഉദാഹരണത്തിന് നമുക്കൊരു പനി വന്നതിന് ശേഷം ഡോക്ടറെ പോയി കണ്ടതുകൊണ്ട് നമ്മുടെ അസുഖം മാറുമോ? ഡോക്ടർ തന്ന ഗുളികയോ അല്ലെങ്കിൽ എന്താണെങ്കിലും അത് നമ്മളൊന്നും ഇത് 3 നേരമോ 2 നേരമോ ഒക്കെ കഴിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ അസുഖം മാറുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഹോസ്റ്റൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹോസ്റ്റലിൽ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ടൈമിങ്ങും ഒരു പ്ലാനിങ്ങും നടത്തുന്നുണ്ട്. ആ പ്ലാനിങ്ങിനനുസരിച്ചിട്ടായിരിക്കും കുട്ടികളുടെ സ്റ്റഡീസ് പോകുന്നത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാക്കൽറ്റീസിനെ നമ്മൾ അവൈലബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോസ്റ്റൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. രാത്രിയിൽ ഇരുന്ന് പഠിക്കേണ്ടവർക്ക് പഠിക്കാം, രാവിലെ ഇരുന്ന് പഠിക്കേണ്ടവർക്ക് പഠിക്കാം. പക്ഷേ ഇതെല്ലാം ഒരു മോണിറ്ററിങ് സിസ്റ്റത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോസ്റ്റൽ ഇങ്ങനെ ഇതുപോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ സർ. പക്ഷേ ഈ 10th ഒക്കെ കഴിഞ്ഞിട്ടാൽ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിന് വരുന്ന കുട്ടികൾ അവർ ഹോസ്റ്റലിൽ നിന്ന് അവർക്ക് ഒരു പരിചയം ഉണ്ടാവില്ല. പെട്ടെന്ന് മാറി നിൽക്കുമ്പോൾ അവർക്ക് ആ ഒരു പേരൻസിൻ്റെ ഒരു അറ്റൻഷനും കെയറും ഒക്കെ പെട്ടെന്ന് മാറുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലത്ത് എല്ലാ വീട്ടിലും 1-2 കുട്ടികളൊക്കെ ആയിരിക്കും ഉള്ളത്. അവരപ്പോൾ പെട്ടെന്ന് 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അത് കുട്ടികളുടെ പെർസ്പെക്റ്റീവിലും ബുദ്ധിമുട്ടാണ്,
അതിനേക്കാൾ കൂടുതലായിട്ട് ആകാംക്ഷ അവരുടെ പാരൻസിനായിരിക്കും, എൻ്റെ കുട്ടി എന്തെടുക്കാൻ. കാരണം വീട്ടിലായിരുന്നപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തായിരിക്കും ആ കുട്ടിയെ വളർത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വളരെ എന്താ പറയുന്നത്, പണ്ടത്തെ പോലെയൊന്നുമല്ല. പണ്ടൊക്കെ നമ്മൾ ഹോസ്റ്റലിലെ കാര്യങ്ങളെന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ വീട്ടിൽ കിട്ടുന്ന പരിഗണന പോലെ തന്നെയാണ് നമ്മുടെ പെട്ടെന്ന് എന്താ പറയുന്ന ഒരു അഡാപ്റ്റ് ആകും കുട്ടികൾ. കാരണം ആ രീതിയിലാണ് അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നല്ല ഫുഡ് കൊടുക്കും, അതുകൂടാതെ തന്നെ അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് അവളെ കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനം എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. അപ്പോൾ ഓരോ കുട്ടികൾക്ക് അവർക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുണ്ടാവും. പിന്നെ വീട്ടിൽ റെഗുലറായിട്ടുള്ള കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പണ്ടൊക്കെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ഫോണൊന്നും കൊടുക്കില്ലായിരുന്നു, കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചു വെച്ചിട്ട് ഒരു ജയിലിലിടുന്ന പോലെയായിരുന്നു. പക്ഷേ ആ സിസ്റ്റം അല്ല, നമ്മൾ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള അവൈലബിലിറ്റി ഉണ്ടാവും. എന്ന് വെച്ചുകൊണ്ട് നമുക്കത് എല്ലാത്തിനും നല്ല വശവും മോശം വശവും ഉണ്ട്. അതിൻ്റെ നല്ല വശങ്ങളെ നമ്മൾ ആ രീതിയിൽ ക്രിയാത്മകമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സർ, ഈ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അതായത് എൻട്രൻസ് പഠിക്കുന്നതുകൊണ്ട് തന്നെ അവരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തമ്മിൽ സെപ്പറേറ്റ് സ്റ്റെയർ, അവർ ഒരേ ക്ലാസ് റൂമിൽ ഇരുത്തത്തില്ല, സെപ്പറേറ്റ് ക്ലാസ് റൂം, സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ. അപ്പോൾ നമ്മുടെ ഇവിടെ എങ്ങനെയാണ്, ന്യൂട്രൽ ആണോ എല്ലാ കാര്യങ്ങളും? ചോദ്യം ജീവിതത്തിൽ നിന്ന് എക്സ്പീരിയൻസിൽ നിന്ന് ചോദിച്ചാണോ അതെയോ? അങ്ങനെയല്ല, നമ്മുടെ ന്യൂട്രലായിട്ടുള്ള ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുമോ? ഇല്ല, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ 2 ക്ലാസ്സിലാക്കുക, 2 സ്റ്റെയറിൽ കൂടെ കയറ്റി വിടുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു പരിഷ്കൃത സമൂഹത്തിൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അത് പറ്റുമെന്ന്. കാരണം ഇതെപ്പോഴും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഡോളസൻസ് പ്രായമാണ് നിങ്ങളുടെ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്രായമാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആൺകുട്ടികളും പെൺകുട്ടികളും സംസാരിക്കരുത്, സംസാരിക്കണമെന്നുള്ളതല്ല വിഷയം. ശരിക്കും എന്താ പറയുന്നത്, ഹെൽത്തി ആയിട്ട് നമ്മുടെ ഇപ്പം ഗവൺമെൻറ്റിന് തന്നെ പോളിസിയാണ്, ചെറുപ്പം മുതലേ കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് ചിന്തിപ്പിച്ച് അല്ലെങ്കിൽ അവരെ ആ രീതിയിലാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുന്നത്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്. അപ്പോൾ ചില സംസാരിക്കാൻ സമ്മതിക്കാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചിലപ്പം റിസൾട്ടിനെ ബാധിക്കുമെന്നൊക്കെ ഓർത്തിട്ടായിരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെ നമ്മൾ വളരെ റിജിഡായിട്ട് സ്ട്രിക്റ്റായിട്ട് അടിച്ചേൽപ്പിക്കുന്നതിൽ കാര്യമില്ല. നമ്മളൊരു കാര്യം കുട്ടികളുടെ അടുത്ത് ഒരുപാട് അടിച്ചേൽപ്പിക്കുന്നതിൽ കാര്യമില്ല. നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ കാര്യങ്ങൾ നമ്മൾ നോക്കണം, എവിടെയാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യും. എന്തൊക്കെ റിലേഷൻഷിപ്പുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ജയിൽ പോലെ എന്താ പറയുന്നത്, മിണ്ടാൻ പാടില്ല, ആ സ്റ്റേറിൽ കൂടെ പോകാനുള്ളൂ, അല്ലെങ്കിൽ ഇതിലേ പോകാനും പാടുള്ളൂ, ആ വഴി കൂടെ നടക്കരുത്, അങ്ങനെ ഞങ്ങൾ പറയാറില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു മെൻറ്ററിങ് കൃത്യമായിട്ട് നടത്തും. ഓക്കെ സാർ, ഇപ്പം എൻട്രൻസിൻ്റെ എക്സാം വരാൻ ഇനി 2 മാസം കൂടി ഉള്ളൂ. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിൽ ഇപ്പം മുതൽ കുട്ടികൾ ജോയിൻ ചെയ്ത് ഇപ്പം മുതൽ പഠിച്ചിട്ട് അതിനൊരു പ്രോപ്പർ റിസൾട്ട് ഉണ്ടാവും? തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ക്രാഷ് എന്ന് പറയുന്നത് മിനിമം ടൈമിനുള്ളിൽ മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളതാണ് ക്രാഷ് കോഴ്സ്. നമ്മളിതിനെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാണ് 2 വർഷം പഠിച്ച കാര്യങ്ങൾ 1 അല്ലെങ്കിൽ 1.5 മാസം കൊണ്ട് നമ്മൾ കുട്ടികൾക്ക് പഠിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എൻട്രൻസിനെ പറ്റിയൊന്നും ചിന്തിക്കാത്ത ആൾക്കാർ, പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മിനിമം ഒരു ക്രാഷ് കോഴ്സ് എങ്കിലും അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ എൻട്രൻസിനെ തൊടാൻ പറ്റിയില്ല. എൻറ്റയർലി ബോർഡിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടാണ് ഈ നമ്മുടെ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം മിനിമം കുട്ടികൾ ചെയ്യേണ്ടത് മിനിമം ഒരു ക്രാഷ് കോഴ്സ് എങ്കിലും അറ്റൻഡ് ചെയ്യണം. എങ്കിലേ അവർക്ക് എൻട്രൻസ് പരീക്ഷകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിന് ശേഷം ഒരുപാട് എൻട്രൻസ് പരീക്ഷകളുണ്ട്. എൻട്രൻസ് പരീക്ഷകൾ നമ്മൾ ഒരുപാട് എഴുതണം. അപ്പം നമുക്ക് കൃത്യമായിട്ട് ഏതെങ്കിലുമൊക്കെ നല്ല സ്ഥാപനങ്ങളിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്രാഷ് മാത്രം പഠിച്ചൊക്കെ നല്ല റിസൾട്ട് എത്തിയ കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് നല്ല ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ക്രാഷ് കോഴ്സ് പഠിച്ചിട്ട് നമുക്ക് ഏതൊക്കെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ മെഡിക്കലിൻ്റെ ആ ഒരു ആസ്പെക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നീറ്റ് എഴുതാം, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നടത്തുന്ന നേഴ്സിങ്ങിൻ്റെ എൻട്രൻസ് എക്സാം എഴുതാം, ഫാർമസി സംബന്ധമായിട്ടുള്ള എൻട്രൻസ് പരീക്ഷകൾ എഴുതാം, അഗ്രികൾച്ചറിൻ്റെ സംബന്ധമായിട്ടുള്ള എഴുതാം. കർണാടകയിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ പോകണമെങ്കിൽ അതെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ ഒരു 6000-7000 കുട്ടികൾക്കാണ് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് അവസരമുള്ളത്. അത് തന്നെ ഒരു 70,000-ഓളം കുട്ടികൾ, 80,000-ഓളം കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ നേഴ്സിംഗ് സീറ്റിലേക്ക്. അപ്പം ബാക്കിയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേഴ്സിംഗ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് കൂടുതലും നമ്മുടെ നാട്ടിലെ കുട്ടികളും ആശ്രയിക്കുന്നത് കർണാടകത്തിലാണ്. കർണാടകത്തിൽ സീറ്റുകൾ കൂടുതലുണ്ട്. പക്ഷേ കർണാടകത്തിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കും കഴിഞ്ഞ വർഷം മുതൽ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം എൻട്രൻസ് പരീക്ഷകൾ CET എന്ന് പറയുന്ന ഒരു എൻട്രൻസ് പരീക്ഷ നിർബന്ധമാക്കി. CET എൻട്രൻസ് പരീക്ഷ ക്രാഷ് കോഴ്സ് നന്നായിട്ട്
പ്രിപ്പയർ ചെയ്യുന്ന ക്രാഷ് കോഴ്സിലൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം CET എൻട്രൻസ് പരീക്ഷയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നല്ല മെഡിക്കൽ കോളേജിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി സാധിക്കും. അങ്ങനെ പല സംസ്ഥാനങ്ങളിലേക്കും ഇതുപോലെ എൻട്രൻസ് പരീക്ഷകളുണ്ട്. ആ എൻട്രൻസ് പരീക്ഷകളെല്ലാം ക്രാഷ് കോഴ്സ് കൊണ്ട് മാത്രം നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എക്സാംസാണ്. സർ, ഇപ്പം എൻട്രൻസ് പഠിക്കാൻ വന്നൊരു കുട്ടി പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറി ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റിയിലേക്ക് വരുന്നു. അപ്പോൾ അവൻ പഠിക്കുന്നു. ചില നേരത്ത് എന്താ പറയുക, ഒരു ടെൻഷനൊക്കെ, ഒരു പ്രഷറോ എന്തെങ്കിലും ഒരു ടെൻഷൻ മൂലം അവൻ ഭയങ്കര അപ്സെറ്റ് ആവുന്നു. ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന കുട്ടികൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറ്റില്ല, ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അവരും പഠിക്കുന്ന കുട്ടികളായിരിക്കും. അവർ ചിലപ്പോൾ അത് കൺസിഡർ ചെയ്യണമെന്നേ ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് അങ്ങനത്തെ എന്തെങ്കിലും മെൻ്റൽ സപ്പോർട്ട്? തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പം നമ്മളെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളൊരാൾ കേൾക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്നത്. എല്ലാവരും സംസാരിക്കും. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഒരുപാട് സംസാരിക്കും, അല്ലെ നിങ്ങൾ ഒരുപാട് സംസാരിക്കും. പക്ഷേ നമ്മളെയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ്. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, ഷെയർ ചെയ്യാനുണ്ടാവും. കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പം ബാക്കിയുള്ള കുട്ടികളും പഠനത്തിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മെൻറ്റേഴ്സ് അത്രയ്ക്കും ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതും ഇവരുമായിട്ടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ കേൾക്കുക, അവർക്ക് സജഷൻസ് കൊടുക്കുക, അവരെ നല്ല ട്രാക്കിലേക്ക് കൊണ്ടുവരിക, അവർക്ക് മോട്ടിവേഷൻസ് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടീം തന്നെയുണ്ട്. ആ ടീം സിസ്റ്റമാറ്റിക്കായിട്ട് ഇവരുടെ ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടും. അങ്ങനെ ആവശ്യമുള്ള കുട്ടികൾക്ക്, ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ ഇടിച്ചു കയറുമല്ല, ആവശ്യമുള്ളവർക്ക് എന്താണ് അവരുടെ ആവശ്യം, അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീമിന് പറ്റും. സോ ഇപ്പം ചില പേരൻസിനൊക്കെ എൻ്റെ മകളെ അല്ലെങ്കിൽ മകനെ ഉറപ്പായിട്ടും ഡോക്ടർ ആക്കണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ വന്ന് അവരെ കോച്ചിങ് സെൻറ്ററിലേക്ക് വിടുന്നു. പക്ഷേ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവനോ അല്ലെങ്കിൽ അവർക്ക് അതിൽ താല്പര്യം ഉണ്ടായിരിക്കില്ല. അവർക്ക് വേറെ എന്തെങ്കിലും ഡ്രീം ഉണ്ടാവും മനസ്സിൽ, അവർക്ക് ആ ഒരു ഫീൽഡിനോടെ താല്പര്യം ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പേരൻസിനോടും കുട്ടികളോടും സാറിന് എന്താണ് പറയാനുള്ളത്? നമ്മളത് ഓരോ വർഷങ്ങളിലും സ്ഥിരമായിട്ട് കാണുന്നതാണ് ഇങ്ങനെ ഒരു കാറ്റഗറി ആൾക്കാരെ. സത്യത്തിൽ നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് പഠിക്കുക, ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ എൻറോൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാര്യവും എനിക്കത് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ആയിരിക്കരുത് നമ്മുടെ പഠനം, അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക്സ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ. മറ്റുള്ളവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ആയിരിക്കരുത്. നമ്മളിപ്പം ജോലി ചെയ്യുമ്പോൾ നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയാറില്ലേ, നമ്മൾ ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള പാരൻസിനോടും വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്, പാരൻസ് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ലേ നിങ്ങളുടേതായ രീതിയിൽ ഒരു കുട്ടിയെ മോൾഡ് ചെയ്യുക എന്നുള്ളതിന് പകരം ഓരോ കുട്ടിക്കും അവരുടെ ടാലൻ്റ് എന്താണ്, എവിടേക്കാണ് അവരുടെ പോസിറ്റീവ് എന്നുള്ളത് മനസ്സിലാക്കി ആ കാര്യത്തിൽ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് എൻ്റെ മകനും ഡോക്ടർ ആകണം എന്ന് നിർബന്ധമില്ല. അതിനുള്ള കാലിബർ ആ കുട്ടിക്ക് ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെയൊക്കെ ചില കുട്ടികളുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ചില പേരൻസ് ഉണ്ട് അവർക്ക് പണ്ടൊന്നും ഇതാകാൻ പറ്റിയില്ല, അതുകൊണ്ട് മകനിലൂടെ അത് ഈ പാരൻസ് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എനിക്കും ആകാൻ പറ്റില്ല, എൻ്റെ മക്കളെ ആക്കണമെന്ന്. പക്ഷെ മക്കൾക്ക് ഇതിനകത്തൊരു താല്പര്യം ഉണ്ടായില്ല. അതെ അതെ, അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് ഇമോഷണലി നമുക്ക് അങ്ങനെ വരുന്ന കുട്ടികളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അവരെപ്പോഴും ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പം നമുക്കൊരു സ്വപ്നങ്ങളുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ആ ഡ്രീമിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യുക. അത് പാരൻസിൻ്റെ ആസ്പെക്റ്റിലും കുട്ടികളുടെ ആസ്പെക്റ്റിലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, പാരൻസിൻ്റെ ഇഷ്ടങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല കുട്ടികൾ. അല്ലെങ്കിൽ പാരൻസ് ചിലപ്പോൾ ചിന്തിക്കും എനിക്കും ആകാൻ പറ്റിയില്ല, എൻ്റെ മക്കൾക്കാകണം, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ്, എൻ്റെ മകനും അല്ലെങ്കിൽ മകളും ഡോക്ടറാകണം. ചിലപ്പോൾ ആ കുട്ടിക്ക് അത് ആകാൻ ഒട്ടും ആഗ്രഹം ഉണ്ടായില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യാനുള്ള കാലിബർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. തുമ്പിയെ കൊണ്ടൊക്കെ കല്ലെടുപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കുട്ടികളെ ഞാൻ കാണുന്നതാണ്. പാരൻസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണ്, പക്ഷേ അവർക്ക് അതിനുള്ളൊരു ടേസ്റ്റോ കാലിബറോ, നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണത്. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടല്ല നമ്മൾ പഠിക്കുന്നത്, അല്ലെ ആ രീതിയിലല്ല കുട്ടികളെ മോൾഡ് ചെയ്യുന്നത്. അപ്പോൾ പാരൻസ് എപ്പോഴും ചിന്തിക്കുക, കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളതിന് ഗൈഡൻസ് കൊടുക്കുക. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഴ്സുകളാണോ അല്ലെങ്കിൽ ആ ഒരു കരിയറാണോ എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക. അതിനുശേഷം അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണോ, അവരുടെ വിഷൻ എന്താണോ, ആ രീതിയിൽ അവരെ ഡ്രീം ചെയ്യാൻ വേണ്ടി വിടുക. എന്നിട്ട് അവരുടെ ആ ഡ്രീമിലേക്ക് അവരെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില പേരൻസിൻ്റെ കേസിൽ
അവർക്ക് അവരുടെ കഴിഞ്ഞു പോയ കാലത്ത് അവർക്ക് ഇന്നത് ആകാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് എനിക്കത് എൻ്റെ മക്കളിലൂടെ നേടണം. അപ്പോൾ അവരുടെ ആഗ്രഹത്തിന് വേണ്ടി മക്കളെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന കുറേ പേരൻസ് ഉണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ കുട്ടികളിലേക്ക് അടിച്ചമർത്തുക. അപ്പം അങ്ങനെയുള്ള പേരൻസിൻ്റെ അടുത്ത് സാറിന് എന്താണ് പറയാനുള്ളത്? മാതാപിതാക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് മാത്രമായിട്ടുള്ള ഒരു ടൂൾസ് മാത്രമായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ കാണരുത്. കാരണം അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങൾ, അവരുടേതായ ആപ്റ്റിറ്റ്യൂഡ്, എല്ലാ ആൾക്കാർക്കും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത്. പാട്ട് പാടുന്നവനെ വിളിച്ച് വണ്ടി ഓടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ അത് ചെയ്യണം പറ്റണം നിർബന്ധമില്ല. അവന് കലാപരമായ കഴിവുകളുണ്ടെങ്കിൽ കലാപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുക. കായികമായുള്ള കഴിവുകളാണെങ്കിൽ അവനെ ചിലപ്പോൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് അവൻ പോകുമ്പോൾ അവനെ വീട്ടിൽ നിന്ന് വിളിച്ച് പറയും, നീ ഗ്രൗണ്ടിൽ കൂടെ കളിച്ച് നടക്കുമായിരിക്കും. അല്ലെ ടീച്ചർമാർ വിളിച്ച് പറയും, നീ പന്ത് തട്ടുന്ന സമയമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി എന്ന്. അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോയോടും മെസ്സിയോടും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നൊന്നും അവരുണ്ടായില്ല. ലോകത്തുള്ള എല്ലാ ആളുകളും നമ്മൾ ആരാധിക്കുന്ന എല്ലാ മഹാന്മാരും അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ സെലിബ്രിറ്റീസ് ആയിട്ട് വന്ന ആൾക്കാരെല്ലാം ഇതുപോലെ കടന്നു വന്ന ആൾക്കാരാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയൊക്കെ കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് സ്കൂളിൽ പഠിക്കാൻ വേണ്ടി വിട്ടപ്പോൾ വളരെ പുറയിലായിരുന്ന ഒരു കുട്ടി, പഠനത്തിൽ പുറയിലായിരുന്ന കുട്ടിയോട് അധ്യാപകൻ പറയുകയാണ്, നീ നിൻ്റെ അച്ഛൻ്റെ കൂടെ എന്തെങ്കിലും ജോലിക്ക് പോകും, അല്ലെങ്കിൽ അച്ഛൻ ചെയ്യുന്ന ജോലി നീയും ചെയ്യ് എന്ന് പറഞ്ഞ് അപമാനിച്ച് വിട്ട ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ആ സ്കൂള് ഒരു ക്രൈസിസിൽ വരികയും ആ സ്കൂൾ മേടിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് ഈ പറയുന്ന കുട്ടി വന്നിറങ്ങുമ്പോൾ ആ എയർപോർട്ടിൻ്റെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നായിരുന്നു. തീർച്ചയായിട്ടും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഡ്രീം അതായിരുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ഡ്രീമിലേക്ക് അവനെ പിച്ച വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട കാര്യം. ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുകളാണ്. അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയൊരു കുട്ടി മാത്രമാണ് നല്ല കുട്ടികളെന്ന് പണ്ട് പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നവരും നല്ലതാണ്, നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ആളും നന്നാണ്, നല്ല പാട്ട് പാടുന്ന ആളും നല്ല വിദ്യാർത്ഥിയാണ്. എല്ലാവരും നല്ല വിദ്യാർത്ഥികളാണ് അവരുടേതായ മേഖലകളിൽ. പക്ഷേ പഠിക്കുന്നവർ മാത്രമാണ്. ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു കാര്യം, അടിസ്ഥാനപരമായി നമ്മളൊരു നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ആദ്യ വിദ്യാഭ്യാസം. നമ്മളൊരു മനുഷ്യനെന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. സമൂഹത്തിന് തെറ്റുപറ്റാത്ത രീതിയിൽ, സമൂഹത്തിന് ദ്രോഹം ആകാത്ത രീതിയിൽ നമ്മളൊരു നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ. അതിനുശേഷമാണ് നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വരുന്നത്. തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുക എന്നതാകരുത് നമ്മുടെ വിദ്യാഭ്യാസ രീതി. നമുക്ക് ചുമക്കാൻ പറ്റുന്ന കല്ലുകളെ എടുക്കാൻ പറയാൻ പാടുള്ളൂ. മാത്തമാറ്റിക്സ് ഒന്നും അറിയത്തില്ലാത്തൊരു കുട്ടിയോട് നീ എൻജിനീയർ ആവണമെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. നമ്മുടെ സമൂഹവും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളും ഒക്കെ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ അതായിരിക്കും. പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവനത് അങ്ങനെയാണെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ അവനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പലപ്പോഴും ഓരോ ആൾക്കാരുടെ കരിയർ പോളിഷ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നത് സമൂഹമാണ്. സമൂഹം പറയുന്നു നീ ഇങ്ങനെ ചെയ്യ്, അല്ലെങ്കിൽ നീ ഇങ്ങനെ പോകും. അവൻ നേഴ്സിങ്ങിന് പോയോ, നേഴ്സിങ്ങിന് പോയിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ അവൻ MBBSന് പോയോ, അല്ലെങ്കിൽ അവനെ നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോയോ, നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോയി അവനെ കൊണ്ടത് പറ്റുമോ? അങ്ങനെ ആയിരിക്കരുത്. നമ്മുടെ സമൂഹം എല്ലാം പ്രെജുഡൈസ്ഡ് ആണ്. ഇവരെല്ലാം അങ്ങോട്ടേക്ക് ആദ്യം തന്നെ ഒരാൾ ജനിച്ച് വീഴുമ്പോഴേ നീ ഇങ്ങനെ ആയിരിക്കണം എന്ന് സെറ്റിൽ ചെയ്ത് ആ രീതിയിലാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ആകരുത്. ഓരോ മനുഷ്യനും ഉള്ള അവൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം ബാക്കിയുള്ള സമൂഹത്തിൻ്റെയും ബാക്കിയുള്ള മാതാപിതാക്കളുടെയൊക്കെ ഒരു സപ്പോർട്ട്. സർ, അപ്പം നമ്മുടെ ഒരു കൾച്ചറിൽ എന്നാന്ന് വെച്ചാൽ കുറേ പേര് കാണുന്നത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടി മാത്രം നല്ല വിദ്യാർത്ഥി. പക്ഷെ അങ്ങനെയല്ലല്ലോ ശരിക്കും. ഓരോ കുട്ടിക്കും ഓരോ കഴിവുണ്ട്. അപ്പോൾ എല്ലാ തലത്തിലും നിൽക്കുന്ന, അതായത് ഓരോ ടാലൻറ്റിലും നിൽക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. അപ്പം അങ്ങനെ സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു? നമ്മുടെ നാടെന്ന് പറയുന്നത് അവസരങ്ങളുടെ വലിയൊരു കലവറയാണ്. അവിടെ പഠിക്കുന്ന ആൾക്കാർക്ക് അവസരങ്ങളുണ്ട്, ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർക്ക് അവസരങ്ങളുണ്ട്, കലാപരമായ കാര്യങ്ങളിൽ അവസരങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ അടുത്ത കാലഘട്ടത്തിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ആളുകളെയൊക്കെ എടുത്തു നോക്കുക. തീർച്ചയായിട്ടും പല മേഖലകളിൽ നിന്ന് ആൾക്കാരുണ്ട്. ഇപ്പം ഗെയിം കളിച്ച് ഒരുപാട് സമ്പാദിക്കുന്ന ആളുകളുണ്ട്. അതെല്ലാം ഗവൺമെൻറ്റൊക്കെ ഒരുപാട് ഫണ്ടുകൾ ഈ പറയുന്ന മേഖലകളിലേക്ക് മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി എവിടെയാണ്, നമ്മുടെ ടാലൻസ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതിലേക്ക് ഇൻവോൾവ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒരു നല്ല സിഗ്നേച്ചർ ചാലിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.